നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 7 മുതൽ 13 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിന്റെ തുടക്കത്തിൽ വളരെ കാലമായി കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ആഘോഷവേളകളിലോ പുണ്യതീർത്ഥ സ്ഥലങ്ങളിലോ പോകുവാനുമുള്ള അവസരം ലഭിക്കും. വാരത്തിന്റെ മധ്യത്തിൽ കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം, രോഗാതി ദുരിതങ്ങൾ, അന്യർ വഴിയുള്ള ബന്ധങ്ങൾ മൂലം ദോഷാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വാരം അവസാനത്തോടെ രോഗശാന്തി ഉണ്ടാവുകയും കുടുംബത്തിൽ മനസമാധാനം, സന്തോഷം എന്നിവ അനുഭവപ്പെടുകയും ചെയ്യും. എങ്കിലും ചിലർക്ക് ഭാഗ്യഹാനി, അലച്ചിൽ എന്നിവ ഉണ്ടാകാം. വാരം അവസാനത്തോടുകൂടി സമ്മാനങ്ങൾ ലഭിക്കാനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാനും യോഗമുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കർമ്മമേഖലയിൽ ഏറ്റവും അധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന വാരമാണിത്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ നിറസാന്നിധ്യമാകുവാനും കുടുംബാംഗങ്ങളോടൊപ്പം ആഘോഷവേളകളിൽ പങ്കെടുക്കുവാനും സാധിക്കും. ഭക്ഷണസുഖം, കാര്യവിജയം, ദാമ്പത്യ ഐക്യം, കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ, ആടയാഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ്, ധനനേട്ടം, തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും. എന്നാൽ വാരം പുരോഗമിക്കുമ്പോൾ അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം മാനഹാനിയോ പണനഷ്ടമോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വാരം അവസാനത്തോടെ രോഗശാന്തി, മനസന്തോഷവും തിരിച്ചെത്തും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിന്റെ തുടക്കത്തിൽ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനും കുടുംബത്തിൽ പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹങ്ങൾ ഉണ്ടാകുവാനും ഇടയാകും. ശത്രുഭയം, വ്യവഹാര പരാജയം എന്നിവ ഈ സമയത്ത് അലട്ടിയേക്കാം. എന്നാൽ വാരമധ്യത്തോടെ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, സൽസുഹൃത്തുക്കൾ ഉണ്ടാവുക, അവർ മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുക എന്നിവ ഫലത്തിൽ വരും. തൊഴിൽ വിജയം, സുഖഭോഗ തൃപ്തി, ദാമ്പത്യ സുഖം, ഭക്ഷണസുഖം, ധനനേട്ടം എന്നിവയും, ബന്ധുജന സമാഗമം, അലങ്കാര വസ്തുക്കളുടെ വർധനവ്, പ്രണയകാര്യങ്ങളിൽ പൂവണിയുക എന്നിവ ഉണ്ടാകുകയും ചെയ്യും. വാരത്തിന്റെ അവസാനം സ്ത്രീ വിഷയങ്ങൾ മൂലം ദുരിതങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ജാഗ്രത വേണം. കർക്കടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. നിലവിൽ അസുഖങ്ങളുള്ളവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുവാൻ സാധ്യതയുണ്ട്. ശത്രുഭയം, വ്യവഹാര പരാജയം, കേസ് വഴക്കുകൾ എന്നിവ മൂലം കടുത്ത നിയമപരമായ നടപടികളോ ദോഷഫലങ്ങളോ അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ വാരമധ്യത്തോടെ സർക്കാർ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളും പദവികളിൽ ഉയർച്ചയും ഉണ്ടാകാം. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന വാരം കൂടിയായിരിക്കും ഇത്. കുടുംബത്തിൽ മംഗളകർമ്മ സാധ്യത, സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പോകുവാനുള്ള അവസരം, ധനലാഭം, മനസന്തോഷം എന്നിവ ലഭിക്കും. ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുവാനുള്ള അവസരവും കൈവരും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യ വർധനവ്, ധനനേട്ടം, ഭക്ഷണസുഖം, അലങ്കാര വസ്തുക്കളുടെ വർധനവ്, ദാമ്പത്യ സുഖം, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ലഭിക്കും. എന്നാൽ വാരമധ്യത്തോടെ തൊഴിൽ ക്ലേശം വർദ്ധിക്കുക, രോഗാതി ദുരിതങ്ങൾ അലട്ടുക, ധനനഷ്ടം, കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ഉറക്കക്കുറവ് അനുഭവപ്പെടുക എന്നിവ ഉണ്ടാകും. വാഹനോപയോഗത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാം. ഉദരവാത രോഗങ്ങളോ ഗ്യാസ് ട്രബിൾ അസ്വസ്ഥതകളോ ഉള്ളവർ കൃത്യസമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ അസുഖം വർദ്ധിക്കും. വാരം അവസാനത്തോടെ തൊഴിൽ വിജയവും ധനനേട്ടവും ഉണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുഹാനി, പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനുള്ള അവസരം, മനസന്തോഷം, കീർത്തി, ധനനേട്ടം, തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും. വാരം മധ്യത്തോടുകൂടി ദാമ്പത്യ ഐക്യവും വാഹനഭാഗ്യവും ഉണ്ടാകും. എന്നാൽ വാരം അവസാനിക്കുമ്പോൾ കുടുംബ കലഹങ്ങൾ മാനസിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. മനോദുഃഖം ഉണ്ടാവുകയും ഭക്ഷണ സുഖക്കുറവ് മൂലം ഉദര പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. ശത്രുക്കൾ മൂലം പല നല്ല അവസരങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥ സംജാതമാകും. കോടതി കേസുകളിൽ പ്രതികൂല നടപടികൾ നേരിടാനും അപമാനിതനാകാനും സാധ്യതയുണ്ട്. ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കേണ്ട സമയമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ഉദരരോഗങ്ങൾ അലട്ടുക, കുടുംബം വിട്ടുമാറി നിൽക്കേണ്ട അവസ്ഥ വരിക, മനക്ലേശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. എന്നാൽ വാരം മധ്യത്തോടെ എതിരാളികളുടെ പതനം കാണുവാനുള്ള ഭാഗ്യമുണ്ടാകും. സൽസുഹൃത്തുക്കൾ ഉണ്ടാവുകയും അവർ മൂലം ഗുണാനുഭവങ്ങൾ, കീർത്തി, വ്യവഹാര വിജയം, പദവിയിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുവാനുള്ള ഭാഗ്യം എന്നിവ ലഭിക്കുകയും ചെയ്യും. ദാമ്പത്യ ഐക്യം, പുത്രഭാഗ്യം, ധനനേട്ടം, മനസുഖം എന്നിവയ്ക്കൊപ്പം പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാനുള്ള അവസരവും കൈവരും. അപ്രതീക്ഷിതമായ കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്. വാരം അവസാനം ധനനഷ്ടം, മനഃശാന്തിക്കുറവ് എന്നിവ അനുഭവപ്പെടാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വാരത്തിന്റെ തുടക്കത്തിൽ രോഗങ്ങൾ അലട്ടാനും അപകടങ്ങൾ മൂലം ചതവ്, ഒടിവ് എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരോഗ്യം വളരെയധികം സൂക്ഷിക്കുക. മനസ്സുഖക്കുറവ്, കാര്യതടസ്സം, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ എന്നിവ ഉണ്ടാകും. എന്നാൽ വാരം അവസാനത്തോടെ കുടുംബപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും. തൊഴിൽ വിജയം, പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം എന്നിവ വന്നുചേരും. ധനലാഭം, പ്രശസ്തി, സൽപുത്ര ഭാഗ്യം, ശത്രുഹാനി,
ഭാര്യാഭർത്തൃ ഐക്യം, സർവകാര്യ വിജയം എന്നിവ ഫലത്തിൽ വരും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യവർദ്ധനവ്, ധനനേട്ടം, ഭക്ഷണസുഖം, അലങ്കാര വസ്തുക്കളുടെ വർധനവ്, ദാമ്പത്യസുഖം, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ലഭിക്കും. സാഹിത്യരചനകളിൽ ഏർപ്പെടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുകയും അതുവഴി പ്രശസ്തി ഉണ്ടാകുവാനും ഇടവരും. വാരം മധ്യത്തോടെ തൊഴിൽ ക്ലേശം വർദ്ധിക്കുക, രോഗാതി ദുരിതങ്ങൾ അലട്ടുക, ധനനഷ്ടം, കുടുംബാംഗങ്ങളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ഉറക്കക്കുറവ് അനുഭവപ്പെടുക എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം. ഉദരവാദ സംബന്ധമായ രോഗമുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. വാരം അവസാനത്തോടെ ശത്രുജയവും മത്സര പരീക്ഷകളിൽ വിജയവും ഉണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിന്റെ തുടക്കത്തിൽ രോഗാതി ദുരിതങ്ങൾ അലട്ടുകയും ആരോഗ്യക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. കുടുംബാംഗങ്ങളുമായും അയൽക്കാരുമായും സ്വരച്ചേർച്ച കുറവ്, എവിടെയും തടസ്സങ്ങൾ എന്നിവ അനുഭവത്തിൽ വരാം. കാർഷിക മേഖലയിലോ ബിസിനസ്സിലോ ഉള്ളവർക്ക് ചെറിയ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. വാരം മധ്യത്തോടുകൂടി ദാമ്പത്യ ഐക്യം, ധനലാഭം, ശത്രുഹാനി, വ്യവഹാര വിജയം, സൽസുഹൃത്തുക്കൾ എന്നിവ ഉണ്ടാകും. വാരം അവസാനത്തോടെ ഉറക്കക്കുറവ് അനുഭവപ്പെടാം. കൊളസ്ട്രോൾ, പ്രമേഹ രോഗമുള്ളവർ ജാഗ്രത പാലിക്കുക. ഭക്ഷണ സുഖക്കുറവ് മൂലം ഉദര പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് രോഗാതി ദുരിതങ്ങൾ വരാൻ ഇടയുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വളരെ കാലമായി ഉണ്ടായിരുന്ന അസുഖങ്ങൾ മാറി ആരോഗ്യപുഷ്ടി അനുഭവപ്പെടും. മാനസികമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സന്താനങ്ങളെപ്പറ്റി ആത്മാഭിമാനം ഉണ്ടാകുന്ന അവസ്ഥ സംജാതമാകും. കുടുംബസമേതം പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിക്കും. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാൻ സാധിക്കും. ധനലാഭം, കാര്യവിജയം, ഭക്ഷണസുഖം എന്നിവ ലഭിക്കും. എന്നാൽ വാരമധ്യത്തോടെ തൊഴിൽ ക്ലേശവും മാനസിക ശരീര അസ്വാസ്ഥ്യങ്ങളും നേരിടേണ്ടി വരാം. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അവയിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടായേക്കാം. വാരം പുരോഗമിക്കുമ്പോൾ സഹോദരങ്ങളിൽ നിന്ന് പിന്തുണ, തൊഴിൽ വിജയം, ശത്രുഹാനി എന്നിവ ഉണ്ടാകും. വാരം അവസാനത്തോടെ മാതാവിനോ അടുത്ത ബന്ധുക്കൾക്കോ രോഗമോ ദുരിതമോ ഉണ്ടായേക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വാരം തുടക്കത്തിൽ തൊഴിൽ തടസ്സം, ധനക്ലേശം, രോഗാതി ദുരിതങ്ങൾ എന്നിവ അലട്ടിയേക്കാം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാനും ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെടാനും ഉള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. അതുവഴി ഹാനി, ധനനഷ്ടം എന്നിവ അനുഭവത്തിൽ വരും. അന്യർ അവഴിയുള്ള ബന്ധങ്ങൾ മൂലം പ്രശ്നങ്ങൾ, വരവിൽ കവിഞ്ഞ ചെലവ്, കുടുംബ ബന്ധുജനങ്ങളുമായ അഭിപ്രായ വ്യത്യാസം എന്നിവ ഉണ്ടാകും. എന്നാൽ വാരം മധ്യത്തോടെ ദാമ്പത്യ ഐക്യവും തൊഴിൽ വിജയവും ഉണ്ടാകും. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കും. വാരം അവസാനം ധനനേട്ടം, ശത്രുഹാനി, ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവ ഉണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212